ഇത് കണ്ടപ്പോഴേക്കും ഞാൻ കരുതിയത് ഫ്രോസൺ ചിക്കനാണെന്നാണ്. പക്ഷേ ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ട പ്രാവുകളാണ്. ബ്രോയിലർ പ്രാവ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഓരോന്നെ 350 ഗ്രാമിന് മേളിലുണ്ട്. മീറ്റ് മാത്രം 350 ഗ്രാം എന്ന് പറയുമ്പോഴേക്കും കാടക്കോഴിനേലും വലുതാണ്. അപ്പോൾ കൂട്ടത്തിലെ മുഴുത്തത് തന്നെ നമ്മൾ ഒരെണ്ണം അങ്ങ് സെറ്റാക്കി വീട്ടിൽ കൊണ്ടുവന്ന് അവർ പറയുന്ന പോലെ ഡീഫ്രോസ്റ്റ് ഒക്കെ ചെയ്ത് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു നോർമൽ നാടൻ കോഴിയുടെ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഞാൻ പ്രാവിൻ്റെ മീറ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഓൺലൈൻ ബുച്ചർമാരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു കാച്ചങ്ങ് കാച്ചി ഫ്രോസൺ ആയിരുന്നെങ്കിലും നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഫ്രഷ് മീറ്റിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ഒരു കോഴിയുടെ അത്രയൊക്കെ തന്നെ ഉള്ള ഹാർട്ടും പിന്നെ ലിവറും ഒക്കെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ മീറ്റൊക്കെ നമ്മൾ നന്നായിട്ട് 3-4 തവണ കഴുകി സെറ്റാക്കിയിട്ട് അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും നാരങ്ങ നീരും ഇത്രയും സാധനം ചേർത്തിട്ട് നമ്മൾ പുരട്ടി ഒരു 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ആദ്യം കറിയാക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ അതിന് മാത്രമുള്ള മീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവസാനം ഫ്രൈ ചെയ്തെടുത്തിട്ട് ടേസ്റ്റ് നോക്കാം എന്നുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ തിരിഞ്ഞു. ചിക്കൻ വറുക്കുന്ന പോലത്തെ സ്മെല്ലൊക്കെ തന്നെയാണ് നമുക്ക് വറുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഫീൽ ചെയ്തത്. ഒരു സൈഡ് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മറിച്ചിട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പിലയും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. നമ്മൾ സാധാരണ ഒരു കാടക്കോഴി വറുക്കുന്ന അത്രയും സമയങ്ങളൊക്കെ തന്നെ എടുത്തുള്ളൂ. അതിൻ്റെ തൊലിയോടുകൂടി വറുത്തത് കൊണ്ടാണോന്ന് അറിയത്തില്ല. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചെങ്കിലും അവസാനം നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് പ്ലേറ്റിലേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെ ഇത് മൊത്തം കഴിക്കണം എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ആഡത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആഡ് എന്താ പറയണമെന്ന് നോക്കട്ടെ. കടിച്ചു നോക്കി. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.